Okay. Good morning. Good morning, ma'am. Good morning. Good morning. Okay. Good morning, all. Morning, ma'am. Good morning. Good morning. Okay. ഇന്നാരാണ് prayer? ഞാനാണ് മാം. Rachna അല്ലേ? അതെ. Okay. Start ചെയ്തോട്ടോ. Good morning, ma'am. Good morning, Jolie. Okay, good morning all. I'm Jasna. I'm from Malappuram. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Okay. Sign ആരാ പറയുന്നത്? ഞാനാണ് മാം മോനിഷ. മോനിഷ. Okay, മോൻ പറഞ്ഞോട്ടോ. Okay, good morning ma'am. Good morning everyone. Live as if you were to die tomorrow. Learn as if you were to live forever. From Mahatma Gandhi. Thank you. Have a nice day. Okay. നമ്മള് third chapter complete ചെയ്തോ? ചെയ്തു മാം. Yes, ma'am. ചെയ്തു. അതിന് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ല അല്ലെ? തേർഡ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങള് മോക്ക് ടെസ്റ്റ് പോലെ ഇടാട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻസ് ഇടാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് ആണ്. ഏതാണ് യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്? നമുക്കറിയാം കുട്ടികളുള്ള പാരന്റ്സ് ഒക്കെയാണ് നമ്മള് ഭൂരിഭാഗം പേരും. കുട്ടികളാവുമ്പോ തന്നെ എപ്പോഴും നമുക്ക് എന്താ വിചാരിക്കാം, ഒരു ഏജ് കഴിയുന്ന വരെയും അവർക്ക് അസുഖങ്ങള് റിപ്പീറ്റ് ആയിട്ട് എന്താണ് അസുഖങ്ങളായിരിക്കും, എപ്പോഴും അസുഖങ്ങളായിരിക്കും. ചെറിയൊരു ക്ലൈമറ്റിക് ചേഞ്ച് ആണെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. അപ്പൊ നമ്മള് അതേപോലെ തന്നെ നമ്മളെക്കാളും കൂടുതൽ പ്രകൃതിയായിട്ട് കോണ്ടാക്ട് ഉള്ളത് ആർക്കാണ്? കുട്ടികളാണ് അല്ലെ? നമ്മൾ വിചാരിക്കും നമ്മൾ വീട്ടിന്റെ പുറത്തേക്ക് എവിടെയും വിടുന്നില്ല, കുട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആവണേന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ് അല്ലെ? എല്ലാവരും ക്ലാസ്സിലൊക്കെ ഒരുമിച്ചാണ് പഠിക്കുന്നത്, ഷെയർ ചെയ്യുന്നു, കാര്യങ്ങൾ കളിക്കുന്നു, അതേപോലെ അവര് ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കോണ്ടാക്ട് എന്ന് വെച്ചാൽ കൂടുതലാണ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യോ? തമന ഓക്കെ. അപ്പൊ കുട്ടികൾ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് മറ്റുള്ള കുട്ടികളായിട്ടൊക്കെ ഇന്ററാക്ഷൻസ് കൂടുതലാണ്. അപ്പൊ അസുഖങ്ങൾ അതുവഴി സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് സൂക്ഷിക്കാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരും. നമ്മള് എന്താ പറയാ, ഈ ഫുഡ് ഇൻഫെക്ഷൻ, അതേപോലെ തന്നെ നമ്മൾ ഈ ഫ്ലൈസ് ഒക്കെ ഉണ്ടല്ലോ, ഈച്ചകളൊക്കെ വഴി നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കുറച്ചു നാൾക്ക് മുമ്പ് ഫുഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഇരുന്ന് മെയിൻ ആയിട്ട് നമ്മൾ കേൾക്കുന്നെങ്കിൽ ഇപ്പൊ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ക്രിസ്മസ് കഴിഞ്ഞോടെ പിന്നെ കേൾക്കുന്നത് ഫുള്ളും പനിയും ചുമയും അതേപോലെ തന്നെ അങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ കേൾക്കുന്നത് അല്ലെ? നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൽ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. ചെറുപ്പത്തിൽ കുട്ടികളിൽ കണ്ടുവരുന്ന അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. കുട്ടികളിൽ കണ്ടുവരുന്ന ചൈൽഡ്ഹുഡ് വരുന്ന അസുഖങ്ങൾ നമുക്ക് വന്നിട്ട് നമ്മളുടെ ചെറുപ്പത്തിൽ നമുക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോ ഞാൻ കുറെ അസുഖങ്ങളെ കുറിച്ചൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്കത് ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് ആ അസുഖം ഉണ്ടോ എന്നുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. Children get various kinds of disease due to absence of immunity. എന്തുകൊണ്ടാണ് കുട്ടികളിൽ എപ്പോഴും അസുഖം വരുന്നത്? അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്, പ്രതിരോധം കുറവാണ്.
നമ്മളിപ്പോ ഒരു 6 months വരെയും അമ്മയുടെ ഇമ്മ്യൂണിറ്റി കുട്ടികൾക്ക് കിട്ടുമെന്ന് പറയും. കാരണം അവർക്ക് 6 മാസം വരെ എങ്ങനെയാണ് അവര് ബ്രസ്റ്റ് മിൽക്ക് ആണ് കുടിക്കുന്നത്. അപ്പൊ അതുവഴി അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? നല്ല പ്രതിരോധം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വേണ്ട പ്രതിരോധം നമുക്ക് ഫസ്റ്റ് നമ്മള് പറയും, അമ്മമാര് ഫസ്റ്റ് ഫീഡ് ചെയ്യൂലേ, ആ സമയത്ത് തന്നെ അവർക്ക് വേണ്ട പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു കാര്യമാണ് ആദ്യം ഫീഡ് ചെയ്യുന്നത്. നമ്മള് മഞ്ഞ കളറുള്ള ലിക്വിഡ് നമ്മൾ ആ ഫീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടുന്ന കുട്ടികളുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് എന്തായാലും അത് കുട്ടികൾക്ക് കൊടുക്കണം, നിർബന്ധമാണ് കേട്ടോ. ജനിച്ച കുഞ്ഞിന് 6 മാസം വരെയും എന്ത് കൊടുക്കണം? ഫീഡ് തന്നെ ചെയ്യണം, വേറെ ഒരു ഫുഡും അതന്നെ. അപ്പൊ ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ വിട്ടുപോയതാണ്. അപ്പൊ 6 മാസം വരെ നമ്മൾ കുട്ടികൾക്ക് ഫീഡാണ് ചെയ്യുന്നത്. ഓക്കെ, 6 മാസം വരെയും അമ്മയുടെ പ്രതിരോധമാണ് കുട്ടികൾക്ക് എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പുതിയ പുതിയ ഫുഡുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്ന, നല്ല പ്രതിരോധം കിട്ടുന്ന ടൈപ്പ് ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം? കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കാം. As children are disclosed to surroundings and childhood is a period of continuous changes. നമ്മുടെ കുട്ടികള് സറൗണ്ടിങ്സ് ആയിട്ട്, പ്രകൃതിയായിട്ട് ഡിസ്ക്ലോസ് ആണ്. ചൈൽഡ്ഹുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പീരീഡ് ആണ്. നമുക്കറിയാം കുട്ടികൾക്ക് എപ്പോഴും വയ്യാതെയാവും, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അസുഖം വരും. ചെറിയൊരു ഇപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോ, ഇന്ന് ഞാൻ ക്ലാസ്സിൽ കയറിയെന്ന് വിചാരിക്കേ, അപ്പൊ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞേ, അവന് വയ്യാതെ പറഞ്ഞു, അല്ലെങ്കിൽ വയ്യാഴിയെ മാറി വന്നിട്ടുള്ളെങ്കിൽ പിറ്റേ ദിവസം വേറെ ക്ലാസ്സിൽ ചെല്ലുമ്പോ ആ ബെഞ്ചിലുള്ള 3 പേർക്കും വയ്യ, ആ 3 പേരും ആബ്സെന്റ് ആണ്. അതെന്താണ്? സ്പ്രെഡ് ചെയ്യാണ് അല്ലെ? അസുഖം അവർക്ക് സ്പ്രെഡ് ചെയ്യാണ്. ഇനി ആ ഒരു റൗണ്ട് കഴിഞ്ഞ് എല്ലാവരുടെയും അസുഖം മാറി വരുമ്പോഴേക്കും ഒരു ടൈമൊക്കെ എടുക്കും, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ഈ സ്പ്രെഡിങ് കൂടുതൽ, അസുഖങ്ങൾ പെട്ടെന്ന് വരുന്നതെന്ന് പറയാം. A wide variety of microorganisms like bacteria exist in our environment. നമുക്കറിയാം ഒരുപാട് ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും എന്തിലുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. They are threat to human life. നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത്, ലൈഫ് അല്ല, ഹ്യൂമൻ ഹെൽത്തിന് അത് ഭീഷണിയാണ്. Diseases may be caused by germs, parasites and poisons. Diseases are mainly 2 types, contagious and infection. നമുക്കറിയാം 2 ടൈപ്പ് അസുഖങ്ങൾ ഉണ്ട്. ഒന്ന് കണ്ടാജീനിയസ് ഡിസീസ് ആണ്. എന്താണ് കണ്ടാജീനിയസ് ഡിസീസ്? ഒന്ന് ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. നമുക്ക് നോക്കാം. കണ്ടാജീനിയസ് സ്പ്രെഡ് ഫ്രം 1 person to another through contact. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്യണം അസുഖങ്ങളാണ്. സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസിനെയാണ് കണ്ടാജീനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. എന്നാൽ പകർച്ചവ്യാധിയല്ലേ? പകർച്ചവ്യാധി മലയാളത്തിൽ പറയും. നമുക്കറിയാം കൊറോണ, നിപ്പ, പിന്നെ എന്തൊക്കെയാണ്? ഡെങ്കു ആണോ? ഡെങ്കു കണ്ടാജീനിയസ് ആണോ? അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടല്ലോ, സ്പ്രെഡ് ചെയ്യണം. ചില ഇൻഫെക്ഷണൽ ഡിസീസ് ഒക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ചിക്കൻ പോക്സ് അസുഖങ്ങള് സ്പ്രെഡ് ഈസ് മഞ്ഞപ്പിത്തം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നേ. അപ്പം എന്താണ്? 1 minute.
നോക്കാട്ടാ, എല്ലാവരും നോക്കാവേ. കണ്ടീജിയസ് ആൻഡ് ഇൻഫെക്ഷൻ ആണ്. ഈ ക്യാമറ ഓഫ് ചെയ്ത് എടുക്കുന്നത്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് കേട്ടോ, ക്യാമറ വർക്ക് ആവുന്നില്ല. അപ്പൊ ഞാൻ ഓഫ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടാ. ഓക്കെ, അപ്പോ രണ്ട് ടൈപ്പ് സ്പെല്ലിങ്ങിന് വേറെ വ്യത്യാസമൊന്നുമില്ല. ഏഷ്യസ് എന്നുള്ള ഒരു മീനിങ് വന്നുകൊണ്ടാണ്, IOUS എന്നും കൂടി ആഡ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കണ്ടീജിയസ് ഡിസീസും ഒന്ന് ഇൻഫെക്ഷൻ ഡിസീസും. കണ്ടീജിയസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് ഏത് കൊറോണ എന്ന് പറയുന്നത്. സ്പ്രെഡിങ് ആണ്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുക, സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ജേംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആണ്. ദ ജേംസ് ഓഫ് ദിസ് ഡിസീസ് ആർ വെരി സ്ട്രോങ്. ഈ പറഞ്ഞിട്ടുള്ള ജേംസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആണ്. ദേ സ്പ്രെഡ് ഈസിലി ആൻഡ് ക്രിട്ടിക്കലി. പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, നമ്മൾ പെട്ടെന്ന് എന്താവും, ക്രിട്ടിക്കൽ ആവും. നമുക്കറിയാം, കൊറോണയൊക്കെ വന്ന സമയത്ത് അത് പെട്ടെന്നാണ്. ഇപ്പൊ ഒരു ക്ലാസ് റൂമില് ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ ബാക്കി എല്ലാ കുട്ടികൾക്കും ആ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്വാറന്റൈൻ ഒക്കെ കൊടുത്ത് കുറെ നാളത്തേക്ക് നമ്മൾ ഒരു 15 ദിവസത്തേക്കൊക്കെ നിരീക്ഷണത്തിലൊക്കെ വെക്കാറ്. ഈ പറഞ്ഞിട്ടുള്ള ആളായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ, കോവിഡ് ഒക്കെ ആയിട്ട് ആള് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ എന്തെങ്കിലും ക്വാറന്റൈൻ ഒക്കെ ഇരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതെന്തുകൊണ്ടാണ്? ഇനി ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. ദ മീഡിയം ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ്. ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ അണുബാധ, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ഡിസീസ് ആണ്. ഫുഡ്, വാട്ടർ, എയർ വഴിയൊക്കെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യും. ദ ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്. താഴെ പറയുന്ന മെത്തേഡുകൾ ആണോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും ഓരോരുത്തരുടെ ലൈഫില്. അതെ, ടൊമാറ്റോ ഫീവർ അങ്ങനത്തെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിപ്പനി എന്ന് പറയും. നേരത്തെ അവരുടെ ശരീരത്തിൽ മൊത്തം ചുമന്ന ടൈപ്പ് കുരുക്കള് വരും. ഞാൻ അതിന്റെ ഇമേജ് പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ടൊമാറ്റോ നോക്കട്ടെ കേട്ടോ. തക്കാളിപ്പനിന്ന് മലയാളത്തിൽ പറയാറ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചല്ലേ കുട്ടികൾക്കൊക്കെ വായുടെ അകത്തൊക്കെ വരും. എന്റെ കുട്ടിക്ക് ഉണ്ടായിരുന്ന തക്കാളിപ്പനി, രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അത് കുട്ടിക്ക് ഒരാൾക്ക് വന്നു കഴിഞ്ഞാല് അല്ലെ? അങ്ങനെയല്ല അസുഖം. ഒരു കുട്ടിക്ക് ഇപ്പൊ ഇതേപോലെ ഞങ്ങള് മാം ക്ലിയർ ആവുന്നില്ല, മ്യൂട്ട് ചെയ്യാൻ പറയുന്നു. ലക്ഷണങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിനാണ് മ്യൂട്ട് ഓണാക്കി. ഞാൻ ഓക്കെ, നമുക്കത് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഒന്നാമത് ടെക്നിക്കൽ ഇഷ്യൂസ് കുറച്ചുണ്ട്. ഒരു തക്കാളിപ്പനിക്ക് ഇപ്പം നഴ്സറി 3 to 6 yearsലുള്ള കുട്ടികൾക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് എന്ത്, ഈ തക്കാളിപ്പനി എന്നൊക്കെ പറയണത്. കാരണം അവർ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. എന്റെ മോക്ക് ഇത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അവൾ ചെറുതായിരുന്ന സമയത്ത് അവളുടെ അംഗനവാടിയിലായിരുന്നു, നഴ്സറിയിൽ പഠിക്കുമ്പോ. ഓക്കെ, കുഴപ്പമില്ലടാ, എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അംഗനവാടിയില് പഠിച്ചിരുന്ന സമയത്ത് ആൾക്ക് മേത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ. ഞാൻ ആദ്യം വിചാരിച്ചു കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും, കൊതു കുത്തിയതാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് ഞങ്ങൾ മരുന്ന് ഡോക്ടറെ കാണിച്ചു വിട്ടു. അപ്പൊ ഡോക്ടറിന് കുഴപ്പമില്ല, അതങ്ങോട്ട് പൊട്ടി, അത് കുഴപ്പമില്ല, മരുന്ന് തന്നു, ഞങ്ങൾ വിട്ടു. പക്ഷേ അത് കഴിഞ്ഞ് ഫുൾ ബോഡി മൊത്തം ഇതേപോലെ കുരുക്കൾ വന്നു. ഭയങ്കര വിഷമമാവും, കാരണം കുഞ്ഞു കൊച്ചാണല്ലോ. നമുക്ക് തന്നാല് ആണോ, അപ്പൊ നമുക്ക് ഒട്ടും പറ്റില്ല, ഭയങ്കര വിഷമാവും. എന്നുവെച്ചാൽ എനിക്ക് തന്നെ ഭയങ്കര വിഷമായിരുന്നു. കാരണം ആൾക്ക് പെട്ടെന്ന് അങ്ങനെ ബോഡി മൊത്തം ഇങ്ങനെ ചുമന്നൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെയാണ്. അത് ആന്റിബയോട്ടിക് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ മാറി. ഭയങ്കര വിഷമാവും.
ഇപ്പോഴും അതെ കേട്ടോ, എനിക്ക് ഇപ്പോഴും പിള്ളേർക്ക് എന്തെങ്കിലും പറ്റിക്കായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും. ഭയങ്കര ഞാൻ വെറുതെ ടെൻഷനാവും പിള്ളേർക്ക് വയ്യാഴി വരുമ്പോ. ഈ ഒരു ഇടയായിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പനിയാണ്, ഇൻഫെക്ഷൻ ആണ്, പനിയാണ്, ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കഫക്കെട്ടിന്റെ ഒക്കെ പ്രശ്നങ്ങള്. ഓക്കെ, അങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഫെക്ഷൻ ഡിസീസ് എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യണമെന്നാണ് അടുത്ത പറയുന്നത്. ഫുഡ് ഐറ്റംസ് വഴി, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വഴി നമുക്ക് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മൂടി വെച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ എന്ത് ചെയ്യണം? Consuming food which are affected by floats and other insects in reasons or various disease and infections. നമ്മുടെ ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡുകൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അടച്ചു വേണം സൂക്ഷിക്കാൻ. മറ്റുള്ള ഇൻസെക്ട്സുകൾ അതിൽ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോ ഫ്ലൈസ് ഇസ് ദ മേജർ കാരിയർ ഓഫ് ഇൻഫെക്ഷൻ. നമുക്കറിയാം ഈച്ച വഴി എന്തോരം അസുഖങ്ങളാ വരുന്നത്. എന്തൊക്കെ അസുഖങ്ങളാ വരുന്നത് എന്ന് പറഞ്ഞേ ഓരോരുത്തര്. ഈച്ച വഴി വരുന്ന അസുഖങ്ങൾ വയറിളക്കം, കോളറ. ഈച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും വൃത്തിയില്ലാത്തൊരു ജീവിയാണ് ഈച്ച എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഈച്ചയുടെ ശല്യം ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഈച്ചനെ കണ്ടുകൂടാ. ഡയറിയ, ഡൈസെൻട്രി, വോമിറ്റിങ്. ശരിയാണ്, എനിക്ക് പേഴ്സണലായിട്ട് പറയാണ്, വേറെ കൊതുവിനെയൊന്നും എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈച്ചേനെ എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ സൗണ്ടും ഇഷ്ടമല്ല, അതിനെ കാണുന്നത് ഇഷ്ടമല്ല. എന്നുവെച്ചാല് ചില ദിവസങ്ങളില് ഈ മഴ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് ഈച്ചയായിരിക്കും. ഞങ്ങള് വീടിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് കാടൊക്കെയാണ്. അപ്പൊ ബാക്ക് സൈഡില് കുറച്ച് ഈച്ചയുടെ ശല്യം കൂടുതലാണ്. ഞാൻ ഈച്ചകളെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും. എന്നുവെച്ചാല് ഇതെങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി ചില ടൈമിൽ മാത്രമാണ് ഈച്ച വരാറ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ വിഷമൊക്കെ വാങ്ങിച്ച് നശിപ്പിക്കും. ഈ ചക്ക ഉണ്ടാകുമ്പോ മെയിനായിട്ട് അങ്ങനെയാണ്. ചക്ക, അതേപോലെ ഒരു ഈച്ചകള്, എനിക്ക് ഈച്ചനെ ഇഷ്ടമല്ല. അതേപോലെ അതിന്റെ സൗണ്ട് ഉണ്ടല്ലോ, ഒരു മൂളിച്ച പോലത്തെ സൗണ്ട്, അത് കേൾക്കണത് ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ കൈ കൊണ്ടൊക്കെ പിടിച്ച് കൊല്ലും. ഭയങ്കര ഒരു എന്താണ് അൺഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടേ നമ്മള് എന്താ പറയാ ഹെൽത്തി അല്ല, അല്ലെങ്കിൽ എന്താ പറയാ ഒട്ടും ശുചിത്വം ഇല്ലാത്ത പോലെ. പക്ഷെ ഞാൻ ഒരുപാട് പ്രാവശ്യം ക്ലീൻ ചെയ്താലും വീണ്ടും വീണ്ടും ഈച്ച വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് മരുന്നൊക്കെ തെളിച്ച് വിഷമൊക്കെ തെളിച്ച് ആ ഒരു ഏരിയ മൊത്തം ഡിസ്ഇൻഫെക്റ്റഡ് ഒക്കെ ആക്കിയിട്ടാണ് ഇതിനെ മൊത്തമായിട്ട് നശിപ്പിക്കാറ്. ഇതെന്താണ് ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കൂലേ, ഫുഡിലൊക്കെ ഈച്ച വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് കളയും. എനിക്കിഷ്ടമല്ല ഒരു ഈച്ച ആ ഫുഡിൽ വന്ന്. ടൈഫോയിഡ് ഈച്ച ഫുഡിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആർക്ക് കൊടുക്കണം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കണത് എനിക്ക് ഇഷ്ടമല്ല. ഞാനത് എടുത്ത് കളയും. ഒരു ഈച്ചയിലെ വന്നിരുന്നേന്ന് പറയും നമ്മുടെ ബാക്കി വീട്ടിലെ മുതിർന്നവർ പറയും, ഒരു ഈച്ചയിലെ വന്നിരുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഞാൻ പറയും എനിക്കിഷ്ടമല്ല ഈച്ചയാണ്. ഈച്ച വന്നിരുന്ന ഫുഡ് ഞാനും കഴിക്കൂല, കുട്ടികൾക്ക് കൊടുക്കുകയില്ല, അതെടുത്ത് കളയുകയാണ് ചെയ്യുക. ആരും കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-5 കാര്യങ്ങൾ ചെയ്യും. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അടച്ചു വെക്കും. അതേപോലെ ചായയൊക്കെ തിളപ്പിച്ചു കഴിഞ്ഞാല് പാത്രങ്ങളൊക്കെ അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് വെക്കും. ചെറിയൊരു സീസൺ കഴിയുമ്പോഴാണ് ഈച്ചയുടെ സ്പ്രെഡിങ് വരുന്നത്. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് കണ്ടുകൂടാ. എന്ന് വെച്ചാല് ഭയങ്കര ഇറിറ്റേഷനാണ് എനിക്ക് ഈച്ച എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മാക്സിമം ഈച്ച വന്നിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ശ്രമിക്കുക. നല്ല രീതിയിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈച്ചനെ ഒഴിവാക്കാം. ചില സമയത്ത് ഒട്ടും ഈച്ച ഉണ്ടാവില്ല. പക്ഷെ ചില സീസണില് ഇതേപോലെ ചക്കയുടെ ഒക്കെ സീസൺ വരുമ്പോഴാണ് തോന്നുന്നത് ഈച്ച കൂടുതലായിട്ട് വരുന്നത്. അതേപോലെ എയർ ഒരു മീഡിയം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മെയിൻ മീഡിയം ഓഫ് സ്പ്രെഡിങ് ഡിസീസ്. എയറിൽ കൂടെ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. നമ്മളുടെ കൊറോണ, നിപ്പ, പിന്നെ എന്തൊക്കെയാണ് എയറിൽ കൂടെ വരുന്ന അസുഖങ്ങള്? ജലദോഷം, കഫക്കെട്ട്, ഒരാൾ തുമ്മുമ്പോ ഒക്കെ ചെയ്യുമ്പോ ട്യൂബർകുലോസിസ്, ക്ഷയം, HMPV,
അസുഖത്തെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് വേട്ടോ നെക്സ്റ്റ് ക്ലാസ്സില്. ഇപ്പൊ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു അസുഖത്തിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങള് ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്തു എന്റെ നോട്ട്ബുക്കില്. എല്ലാരും പറയുന്നുണ്ട് അങ്ങനെ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ലക്ഷണങ്ങള് പനി, ജലദോഷം, പെയിൻ പനി പോലെയാണ് സാധാരണ പനി ശ്വാസം മുട്ടല്, ഫീവർ അല്ലേ നമ്മുടെ മീഡിയ, അതായത് നമ്മുടെ ന്യൂസ് ചാനൽസ് വലിയതായിട്ട് ഇതിനെ HMPV ഒരു വലിയൊരു രോഗമാണെന്ന് പറഞ്ഞ് ഭയങ്കര മരണനിരക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയൊരു സംഭവമാക്കി മാറ്റിയതാണ്. ശരിക്ക് ചൈനയില് താമസിക്കുന്ന ആളുകള് റിപ്പോർട്ട് ചെയ്യണത് അവിടെ ഇത്ര ബുദ്ധിമുട്ടോ അത്ര പ്രശ്നങ്ങളോ ഒന്നുമില്ല, നോർമൽ ഒരു ഫീവർ പോലെയാണ്. അവിടെയുള്ള ആളുകൾ മാസ്ക് പോലും ധരിക്കുന്നില്ല എന്നുള്ള വീഡിയോസ് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള പറയാല്ലേ അവിടെ ഉള്ള ആൾക്കാര് പോലും ഈ അസുഖം വന്നത് അറിഞ്ഞിട്ടില്ല. നമ്മളുടെ ന്യൂസ് ചാനൽസ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നമ്മള് കാണുന്ന എല്ലാ ന്യൂസും ഒന്നും കറക്റ്റ് അല്ല. കൊറോണ പോലെ അങ്ങനെ ആക്കി കഴിഞ്ഞാല് എങ്ങാനും ലോക്ക്ഡൌൺ ഒക്കെ വന്നാലോ അപ്പൊ അവർക്ക് റേറ്റിംഗ് കൂടുമല്ലോ, അതിനു വേണ്ടി ആയിരിക്കണം. ഇപ്പൊ ഉണ്ട് മിക്ക അസുഖങ്ങളും ഉണ്ട്. നമുക്ക് വന്ന് പനിയൊക്കെ പോലെ വന്ന് മാറിപ്പോണ അസുഖങ്ങള് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാം എന്താണ് അസുഖം എന്നുള്ളത്. നമുക്ക് അറിഞ്ഞൂടെ നമുക്ക് എത്ര വട്ടം കൊറോണയൊക്കെ വന്നു പോയി എന്നുള്ളതും ഒരു ധാരണയില്ല നമുക്ക്, അല്ലെ? എന്തോരം പേരെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാണ്ട് അസുഖങ്ങൾ വരുത്തി വെച്ചത് നമുക്ക് അറിഞ്ഞൂടാ. ആ സമയത്ത് കൊറോണ വന്ന സമയത്ത് ശരിയാണ് അത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പറയുകയാണെങ്കില് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അത്രയും കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിലും ഈ അസുഖം വന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാണ്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടാണ്ട് ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങനെ കൊറോണ വന്ന് മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്തായിരുന്നെങ്കിൽ ചിലപ്പോ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുത്ത് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ വിചാരിക്കാം. കാരണം എന്റെ ബ്രദർ ആള് ഇതേപോലെ ബാംഗ്ലൂരാ. അപ്പൊ ഇപ്പോഴും ചേട്ടൻ അവിടെ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് ആലോചിക്കുമ്പോഴേ അവിടെ ഉണ്ടല്ലോ, ബാംഗ്ലൂരാണല്ലോ, ആളിടയ്ക്ക് വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, വീഡിയോ കോൾ ചെയ്യും, ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക്. പക്ഷെ ഈ കൊറോണ എന്ന് പറയുന്ന അസുഖം എനിക്ക് ആളെ കൊണ്ടുപോയി, ഫാമിലി എല്ലാവർക്കും വന്ന്. പക്ഷെ നമ്മളെ കേരളത്തിൽ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലായിരുന്നു നമ്മുടെ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കായിരുന്നു എന്ന് തോന്നുന്നു. എന്നോട് ആരും പറഞ്ഞൊന്നുമില്ല കേട്ടോ, ആൾ മരണപ്പെട്ടു പോയതൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ക്യാരിങ് ആയിരുന്നു, ഡെലിവറി ജസ്റ്റ് വീക്ക് ഡെലിവറി ആയിരുന്നു. പറഞ്ഞൊന്നുമില്ല. കോംപ്ലിക്കേഷൻ ആണ്, ICUലാണെന്നൊക്കെ പറഞ്ഞു, ഒരുപാട് ദിവസത്തേക്ക് എന്തോ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോ അങ്ങനെ കേട്ടു. പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണ്, നമ്മളോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നല്ല ഭയങ്കര സംസാരമൊക്കെ ഉള്ള ആളാ. അപ്പൊ അന്ന് ആരെയും കാണാനൊന്നും സമ്മതിക്കൂലല്ലോ. കൊറോണ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരുമിച്ച് അത് കുഴപ്പമില്ല. ഇപ്പോഴും മരിച്ചൊന്നും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെ കുറിച്ചാണ്. കുഴപ്പമില്ലാടാ. It is a main medium of spreading of disease ആണ്. When a patient coughs, sees thousands of germs spread in the air. Okay, കുഴപ്പമൊന്നുമില്ല. അപ്പോ നമ്മള് എയറിലേക്ക് ഒരാൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒരു thousands of germs എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോ അതുവഴി ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് എന്ത് വരുന്നുണ്ട്, അസുഖങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ കുട്ടികളെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇങ്ങനെ ചുമയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനെ മാത്രം എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുക. സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കുട്ടീനെ മാത്രം, മെയിൻ ആയിട്ട് പാരന്റ്സിനെ വിളിച്ച് പറയാം കുട്ടിക്ക് പനിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ തന്നെ നമ്മുടെ കുട്ടി ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ പാരന്റ്സിനോട് പറയാം. ഇനി കോംപ്ലിക്കേറ്റഡ് ആണ്, തീരെ കുട്ടിക്ക് വയ്യാന്നുണ്ടെങ്കിൽ പേഴ്സണലി നമ്മൾ എന്ത് ചെയ്യാം, ആ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നോക്കാം. അപ്പൊ
they are carried through air and get into body of the person having less immunity power. അപ്പൊ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ കുട്ടികളിലേക്കായിരിക്കും ആ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. കഫ് അങ്ങനത്തെയാണ്, ചുമ, കോൾഡ്, പെലൈസിസ്, പിന്നെ സ്മോൾ ബോക്സ്, ട്യൂബർകുലോസിസ് എക്സെട്ര ആർ എക്സാമ്പിൾ. ആൻഡ് സ്പ്രെഡ് ഔട്ട് ഓഫ് എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ജസ്റ്റ് ഞാൻ പേര് പറഞ്ഞു പോകുന്നുള്ളൂ, പക്ഷെ എല്ലാത്തിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പേര് മാത്രം പറഞ്ഞു പോകുന്നത്. എന്താണ് അസുഖം, അതെങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് പഠിക്കാം. അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ആണ്. മെയിൻ ആയിട്ട് വരുന്ന അനിമലിൽ വരുന്നത് ഫ്ലൈസ് ആണ് കേട്ടോ, ഈച്ച എന്നാണ്. ബിസൈഡ് ഈച്ച കൂടാതെ മോസ്കിറ്റോസ് വഴി ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് ഇല്ലേ? ഒരു മിനിറ്റ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ കേട്ടോ. എന്താണ് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ വന്ന്. സോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഞങ്ങളത് ഇത് ചെയ്യാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ആദ്യം മുതൽ നല്ല രീതിയിൽ എടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ആദ്യം മുതൽ എടുക്കാം. ഓക്കെ, അപ്പോ താങ്ക് യു കേട്ടോ. Thank you, ma'am. Okay, thank you. Thank you.